തേങ്ങാപ്പാലിലാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ ഒന്നാം പാലിൽ ഈ തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടായില്ലേ ബീഫ് വാരിയല് വരട്ടി. ഹായ്, നമസ്കാരം. ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾ പോവാം. ഞങ്ങളിപ്പോൾ ദാണ്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി. ദുബായിൽ DAP 1 ഐക്കോ സൂപ്പർ മാർക്കറ്റിനുള്ളിലാണ്. ഏത് കടയിലാണ്? ഐക്കോ സൂപ്പർ മാർക്കറ്റ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് എവിടെ പോകണമെന്നറിയോ? ഊട്ടുപുര റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷമുള്ള വിഷയങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഐക്കോ സൂപ്പർ മാർക്കറ്റ്. ഫുള്ളുണ്ട്. ഊട്ടുപുര റെസ്റ്റോറൻറ്റ് ഏറ്റവും കൂടുതലാണ്. അവിടേക്ക് നമ്മൾ യാത്രയില്ല. നോക്കാം. ഇതേ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇൻസൈഡ് ഇതേ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നു. അതുപോലെ തന്നെ താഴെ 2 കാറൊക്കെ വെച്ചിട്ടുണ്ട്. ആർക്കടിക്കുമോ എന്തോ. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് വിളിച്ചത്? ഊട്ടൂര സ്പെഷ്യൽ ആയിട്ടുള്ളത് പാൽക്കപ്പ, ബീഫ് വാരിയല് വരട്ടിയതുണ്ട്, പിന്നെ ബീഫ് ബോട്ടി, കപ്പ മിക്സ് ഉണ്ട്. അതിനെന്താണ് ഇന്ന് സ്പെഷ്യൽ ഊട്ടൂരായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായിട്ടും കാണാൻ കുഴപ്പമില്ലല്ലോ. ഇല്ല, കാണാം. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തോട് കയറി ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഷെഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക്. നമ്മൾ കിച്ചണകത്തോട്ട് കയറുമ്പം പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. കൊള്ളാം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴേ ഇതെന്താണ് സംഭവം? ഇതിനകത്തിരിക്കുന്നത് എന്താണ്? പാൽക്കപ്പ. സ്പെഷ്യൽ പാൽക്കപ്പയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കപ്പയെല്ലാം ഇടിച്ച് സെറ്റപ്പാക്കി താളിപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് പാൽക്കപ്പ. ഇതാണ് പാൽക്കപ്പ. ഇതിൻ്റെ എന്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ എനിക്കറിയില്ല. ഞാനിത് കഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എന്തൊക്കെയാണ് പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ? ഇത് പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലിലാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ ഒന്നാം പാലിൽ നല്ല കട്ടിക്ക് ഒന്നാം പാൽ എടുത്തിട്ട് ഉപ്പ് മാത്രം ഇട്ട് കപ്പ ഒഴിക്കുക. അതിന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വറവൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇത് കഴിച്ചിട്ട് നോക്കണം സംഭവം. ഇതിൻ്റെ കൂടെ വാരിയിൽ നല്ല ബീഫിൻ്റെ റിബ്സ് കറിയുണ്ട്. അത് ചേർത്ത് വേണം കഴിക്കാൻ. ബീഫിൻ്റെ വാരിയല് നമ്മുടെ ഇറച്ചി പോലെയല്ല. അത് കാണാൻ പറ്റില്ല. പാൽക്കപ്പയുടെ കൂടെയുള്ള വാരിയല് വരട്ടിയത് നല്ല മുഴുത്ത പീസ് വേണ്ട. വാരിയലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാ ബീഫ് പോലെയല്ല. വാരിയലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. പൊതുവേ നമ്മൾ ഇറച്ചിക്കട ചെന്ന് കഴിഞ്ഞാലും അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഇറച്ചിക്കട ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വാങ്ങിക്കുന്നത് വാരിയിറച്ചിയാണ് വാങ്ങിക്കുന്നത്. വാരിയിറച്ചിക്ക് പ്രത്യേക ടേസ്റ്റ്. കാരണം ഒരുപാട് ഹാർഡും ആയിരിക്കത്തില്ല, എന്നാൽ അത്യാവശ്യം സോഫ്റ്റും ആയിരിക്കും. അപ്പം ആ വാരി പാൽക്കപ്പയുടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. പാൽക്കപ്പയുടെ കൂടെയുള്ള മെയിൻ കോമ്പിനേഷനാണ് വാരി. ഓക്കെ. അപ്പോൾ ഇനിയുള്ള അടുത്ത ഐറ്റം എന്താണ്? നമുക്ക് ബോട്ടി ഫ്രൈ ഉണ്ട്. നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ഫ്രൈ ആക്കി എടുത്ത ബോട്ടി ഫ്രൈ. എന്തൊക്കെ ഞാൻ അവിടെ കിച്ചണിനകത്ത് കണ്ടായിരുന്നു. പാൽക്കഞ്ഞി ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ പാൽക്കഞ്ഞി നല്ല തേങ്ങയൊക്കെ ഇട്ട് തേങ്ങാപ്പാലിൽ റെഡിയാക്കി എടുത്ത് അതെല്ലാം നമുക്കൊന്ന് കാണണം. കാണാം. ഊട്ടുപുരയുടെ സ്പെഷ്യൽ എന്താണെന്ന് ഇത് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ചുക്ക, കുറേ സാധനങ്ങളുണ്ട്. വൈകിട്ട് ഊട്ടുപുരയ്ക്കുള്ള വേറൊരു സ്പെഷ്യലാണ് കഞ്ഞി എന്ന് പറഞ്ഞത്. ഇവിടെ കഞ്ഞി ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഞ്ഞിയുടെ കൂടെ കൊടുക്കാനുള്ള പയറാണ്. പയർ നല്ല പോരാക്കി വെച്ചിരിക്കുക. നല്ല കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്ത ബോട്ടി വേജ് സെറ്റാക്കി കുരുമുളകൊക്കെ ഇട്ട് നല്ല തേങ്ങാക്കൊക്കെ ഇട്ട്. ഇത് കണ്ടിട്ട് ഒരുമാതിരി ബീഫ് ഫ്രൈ പോലെ ഇരിക്കുന്നല്ലേ? ബീഫ് ഫ്രൈ പോലെ തന്നെ. ഇത് ബോട്ടിയാണ്. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. തേങ്ങാക്കൊക്കെ ഇട്ട് നല്ല വരട്ടി എടുത്തിരുന്നു. ഇത് ഇന്നത്തെ സ്പെഷ്യലാണോ അതെല്ലാ ദിവസവും ഉണ്ടോ? ഇത് ഇന്നത്തെ സ്പെഷ്യലാണ്. നമ്മൾ ആഴ്ചയിൽ വ്യത്യാസം വരും. പാൽക്കപ്പ, വാരി, അതുപോലെ വേറെ ഡക്കിൻ്റെ വെറൈറ്റീസ് വരും. അങ്ങനെ പല വെറൈറ്റീസ് ശനി, ഞായർ, വെള്ളി ദിവസങ്ങളിലേക്കാണ്. ഇന്നത്തെ സ്പെഷ്യലായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യലാണ്. പിന്നെ അടുത്ത ഐറ്റം എന്താ ഉള്ളത് ഇനിയിപ്പം കാണാൻ? ഇനി നമുക്ക് പാൽക്കഞ്ഞി കാണാം. പാൽക്കഞ്ഞി.
വൈകിട്ട് ഞങ്ങൾക്ക് ഈ കഞ്ഞി നിന്ന് ഇതാണോ പാൽക്കഞ്ഞി ഇതാണോ സംഭവം? ചില ദിവസം പാൽക്കഞ്ഞി ആയിരിക്കും, ചില ദിവസം ജീരകക്കഞ്ഞി ആയിരിക്കും. ഓക്കെ അങ്ങനെ വ്യത്യാസപ്പെട്ടു. ഇത് എല്ലാ ദിവസവും കഞ്ഞി ഉണ്ടെങ്കിൽ പോലും ചില ദിവസം ഇതുപോലെ പാൽക്കഞ്ഞിയാണ്, ചില ദിവസം നോർമൽ കഞ്ഞി. പഴംപൊരി അത് ശരി. വൈകിട്ട് വന്ന് ഞങ്ങൾ സാധനം കഴിക്കാറുണ്ട് സ്നാക്സ്. സ്നാക്സ് ദിവസം 800,000 സ്നാക്സ്. അത് ശരി. എല്ലാം കൂടെ ചേർത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ സാധനങ്ങൾ ഉണ്ടാക്കി എപ്പോഴെപ്പോഴും കൊടുക്കുകയാണ്. കൃത്യമായ രീതിയിൽ ചെറിയ ചെറിയ ഒരേ അളവിൽ കട്ട് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. ക്യാപ്സിക്കം കൊണ്ട് സവാള ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ചൈനീസിന് വേണ്ടിയുള്ള അത് ശരി. ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എല്ലാം നമ്മൾ ലൈവായിട്ട് അടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇത് കൂടുതലായിട്ട്. അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് കൊണ്ടിരുന്നുണ്ട്. നമ്മൾ ഊട്ടുപുരയിലെ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ഐറ്റംസ് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതിപ്പോൾ കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളോടൊക്കെ നോക്കാം അല്ലേ? ഒന്നും പറയില്ല. അത് ഞാൻ കരിക്കിലേക്ക് കടക്കട്ടെ. ഇത് കണ്ടോ? ഈ തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ ടേസ്റ്റ്. സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഇതിലെല്ലാ ഐറ്റംസും എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു അല്ലേ? ആദ്യത്തെ ഇതുപോലെ കപ്പ എടുക്കാം. പാൽക്കപ്പയും ഒരല്പം എന്താണ് പറഞ്ഞത് വാരിയിറച്ചി, അല്പം വാരിയിറച്ചിയും അതുപോലെ തന്നെ ഈ തേങ്ങാക്കൊത്തും പിന്നെന്താണ് പറഞ്ഞത്
ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഒന്ന് കഴിക്കണം. സൂപ്പർ. നാരങ്ങ പിഴിഞ്ഞ അടിപൊളിയായിരുന്നു സംഭവമാണ് കേട്ടോ. ഞാനിതങ്ങനെ കഴിക്കുന്നതല്ല, പക്ഷേ സൂപ്പറാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഊട്ടുപുര റെസ്റ്റോറൻറ്റിലെ അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരിക്കലെങ്കിലും പോയി കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായ രീതിയിൽ അറിയാം ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വന്നു, അല്ലെങ്കിൽ ഇന്ന് പറയുക സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചതാണ്. അപ്പോൾ എന്തായാലും എന്താണ് ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? രക്ഷയില്ല. ആ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ ടേസ്റ്റാണ്. എല്ലാവരും വന്ന് കഴിക്കണം. സൂപ്പർ. ഓക്കെ, അപ്പം എല്ലാവർക്കും എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരിക. ഒന്നുകൂടെ ഞാൻ ലൊക്കേഷൻ പറയാം. ദുബായ് DAP 1 ഐക്കോ സൂപ്പർ മാർക്കറ്റിൻ്റെ 2ാമത്തെ നിലയിൽ. ഇതാണ് വഴി. ഇതുവഴിയും വരാം, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാം. ഈ 2 വഴി.